മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ട് മാത്രം ഈ പുഴ നീന്തി കടന്നവരാണ് നമ്മൾ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ട് മാത്രം ഇന്ന് ഈ രൂപത്തിലേക്ക് എത്തിയ ഒരു സമൂഹമാണ് നമ്മൾ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി പറയാം. ഇവിടെ വേറെയും കുറെ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, ലീഗ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്ന്. ഏതാണ് ലീഗ് ഇല്ലെങ്കിൽ നിങ്ങളെ നോക്കാൻ പറ്റുന്ന ഈ രാഷ്ട്രീയ പാർട്ടി? ഓല് മുസ്ലിം ലീഗ് അല്ലേ, ഓലെ പേര് കേട്ടാൽ അറിയാം ഓല് വർഗീയവാദികളാണെന്ന് പറയുന്ന ഈ CPM മാരാണോ? ഇവരാണ് നവോത്ഥാനം പറഞ്ഞു വരിക, ഇവരാണ് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞു വരിക. നമ്മളെ പേര് കേട്ടാൽ ഇവര് തീവ്രവാദികളാണെന്ന് പറയുന്ന ഇവരെ വിശ്വസിച്ച് നമ്മൾക്ക് ഇങ്ങനെ ഒരു നവോത്ഥാനം ഉണ്ടാവും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമായിരുന്നു? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയപ്പോ അതിനുവേണ്ടി CH-ഉം മുസ്ലിം ലീഗും ഒരുപാട് പണിയെടുത്തപ്പോൾ അവസാനം അത് യാഥാർത്ഥ്യമായപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് അതിന്റെ മുന്നിൽ കൂടി പോയിട്ട് അവിടെ ഇറങ്ങാത്ത മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു ഈ CPM-ന് ഉണ്ടായിരുന്നത്. ഇവർക്കിത് വേണ്ട എന്ന് വിധി എഴുതിയ ആളുകൾ ഇവരുണ്ടാവും നമുക്ക് തോന്നുന്നില്ല. പകരം മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ട് മാത്രം ഉണ്ടായൊരു മാറ്റം. CH-നെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും നമ്മൾ പറഞ്ഞല്ലോ, അതിനു മുൻപും ഉണ്ടായിരുന്ന നേതാക്കൾ സീതി സാഹിബ്, ബാഫക്കി തങ്ങള്, ഉപ്പി സാഹിബ്, പോക്കർ സാഹിബ്, ഖായിദെ മില്ലത്ത്, ഇവരൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുന്ന പേരുകളൊന്നുമല്ല. പക്ഷേ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് വാശി പിടിച്ചത് ഇവരൊക്കെ തന്നെയായിരുന്നു.